ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു ഹൈപ്പും അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇന്ന് നമ്മുടെ വൈജയനെയാണ്. അപ്പം വൈജ ഡിസ്ചാർജ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് റൂമില്, ഹോസ്പിറ്റലില് പോകാനായിട്ട്, പുതിയ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ അവിടുത്തെ സിസ്റ്ററൊക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ചല്ലോ അല്ലേ, ഇനി വേറെ സാധനങ്ങളൊന്നും ബാഗിലേക്ക് എടുത്ത് വെക്കാനില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ലില്ല, സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കാണ് ബ്രോക്കർ വരുന്നത്. ബ്രോക്കർ വന്ന ഉടനെ തന്നെ വൈദ്യ ചോദിച്ചു, ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? പറഞ്ഞതിനേക്കാൾ അരമണിക്കൂർ താമസിച്ചിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഓ, അത് പിന്നെ ഒന്നും പറയാനില്ല മേഡം, കുറച്ച് തിരക്കും കാര്യങ്ങളാ. ഞാനേ വലിയൊരു ബ്രോക്കർ അല്ലേ, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മതി മതി മതി, എന്തിനും ഒരു ന്യായീകരണം ഉണ്ടല്ലോ. അപ്പോഴത്തേക്കാണ് അവിടെ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്. ആ നേഴ്സി ചോദിച്ചത്, അല്ല ഇതിനിപ്പം ആരാ എടുക്കുന്നത്? അല്ല മേഡത്തിന് ഇത് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. മേഡത്തിനെ കൊണ്ടുപോകാൻ ആരും വന്നിട്ടില്ലല്ലോ, അപ്പൊ ബാഗ് ആരെടുക്കും എന്നൊരു കൺഫ്യൂഷൻ സിസ്റ്ററിനുണ്ട്. നമ്മുടെ വൈജിക്ക് ബാഗ് ഒന്നും പിടിക്കാനുള്ള അത്രയ്ക്ക് ആ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല, ആ ഒരു ഇതിലേക്കൊന്നും ആയിട്ടില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ബ്രോക്കർ പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇത് സിമ്പിൾ കേസല്ലേ, ഇത് ഞാൻ എടുത്തോളാം മേഡം, ഇത് ഞാൻ എടുത്തോളാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ അപ്പോഴാണ് വൈജ പെട്ടെന്ന് തനിക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു സമയം തന്നെ നമ്മുടെ വൈജയുടെ ആങ്ങളമാര് കയറി വരികയാണ് റൂമിലേക്ക്. ഇവരെ കണ്ടത് ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ വൈജ ചോദിച്ചു, അല്ല കെങ്ങേട്ടൻ എപ്പോ വന്നു? അത് ഞാൻ ഇന്നലെ വന്നു. അല്ല മാലതിയെടുത്തി? ഇല്ലില്ല, അവള് വന്നിട്ടില്ല, ഞാൻ തനിച്ചാ വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവനും ഉണ്ട് കേട്ടോ കൂടെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ വൈജയ്ക്ക് ഒരു സംശയം, നിങ്ങൾ വന്നതിൽ എന്തോ ഒരു അജണ്ട ഉണ്ടല്ലോ എന്ന്. എന്തു പറ്റി? എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? എനിക്ക് എന്റെ കൂടപ്പിറപ്പിനെ കാണാൻ വരാൻ പറ്റത്തില്ലെന്ന് വല്ല നിയമം ഉണ്ടോ? ഓ, ഞാൻ തർക്കത്തിനൊന്നും ഇല്ലേ. എന്തായാലും ഗംഗേട്ടൻ എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. നീലഗിരിന്ന് കാർ ഓടിച്ച് വെറും സന്ദർശനത്തിന് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വൈജ മണ്ടിയൊന്നും അല്ല. അല്ല നീ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞ് ഇവിടെ വരെ വന്നതാണോ കുഴപ്പം? അതാണോ ഇപ്പൊ കുഴപ്പമായി പോയത്? അതൊരു കുഴപ്പമില്ല, അത് കുഴപ്പമായിട്ടിട്ട് ഞാൻ കാണുന്നുമില്ല. അല്ല ശിവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാ, എനിക്ക് എന്ത് പിണക്കാ നിന്നോട്? അല്ല ഹരിയുടെ കാര്യത്തില് ഞാൻ അലീനയോട് റെക്കമെൻഡേഷൻ നടത്തിയില്ല എന്നൊരു പിണക്കം കാണൂലോ. ഓ, ഞാൻ നിന്നോട് പറഞ്ഞോ ഹരിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാന്? മാത്രമല്ല കമല ചോദിച്ചു, നീ പറ്റൂല എന്ന് പറഞ്ഞു, അത്ര വല്ലേ ഉള്ളൂ. ഓ, കമലയിടത്തിയുടെ നാവില് ശിവേട്ടന്റെ മനസ്സും കൂടി ഉണ്ടാവും എനിക്ക് അറിയാലോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അതെ മതി മതി മതി, ഇനിയിപ്പൊ ഇവിടെ നിന്ന് ചുമ്മാ സംസാരിച്ച് വിഷയം വഷളാക്കൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? നമുക്ക് പോയാലോ? അത് പിന്നെ ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്, അതിൽ പൊക്കോളാം. അപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ, നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തിനാ ടാക്സി? അപ്പം ബ്രോക്കർ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്, ടാക്സിയിലേ പോകാൻ പറ്റത്തുള്ളൂ. തന്നോട് ആരാ പറഞ്ഞത് ടാക്സിയിൽ പോകാനേ പറ്റത്തുള്ളൂന്ന്? അതെ, ഇത് എന്റെ പെങ്ങളാ, ഞങ്ങളുടെ കൂടെ വന്നോളും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, അതെ ഞാൻ വേറെ വീട്ടിലേക്കാ പോകുന്നത്, അപ്പൊ പിന്നെ എനിക്ക് ടാക്സി പോകുന്നത് തന്നെ സൗകര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വൈജയ് നീ തൽക്കാലം എന്റെ കൂടെ വന്നാൽ മതി എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും ഗംഗാധരൻ അങ്ങോട്ട് പറഞ്ഞു. വൈജയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. എന്നിട്ട് വൈജയ്ക്ക് ഒരു അക്ഷരം മിണ്ടാനും പറ്റുന്നില്ല. ബ്രോക്കർ ആണെങ്കിൽ കിണാന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഏതായാലും ബ്രോക്കറിന് അക്കിടി പറ്റി, ബ്രോക്കർ വെറുതെ ടാക്സി വിളിച്ചതായി പോയി. ഏതായാലും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ വൈജയനെ വണ്ടിയിലിരുത്തി ഗംഗാധരനും അതുപോലെ ശിവനും കൂടെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ വൈജ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ പുറപ്പാട് എന്താ? വീട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത്? കൈതക്കിലേക്ക്? വീട്ടിലേക്കാ കൊണ്ടുപോകുന്നത്. വീട്ടിലേക്കോ? അതിന് കമലയിടത്തേക്ക് സമ്മതമാണോ ശിവേട്ട? അത് ശരിയാവോ? ഓ, പിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടുന്നതിന് എന്തിനാ കമലയുടെ സമ്മതം? അതിന്റെ ആവശ്യമുണ്ടോ? അല്ല ശിവേട്ടൻ ഏത് വീടാ ഉദ്ദേശിച്ചത്? എന്റെ വീട് എന്ന്. അപ്പൊ ഗംഗാധരൻ പറഞ്ഞു, അവൻ ഉദ്ദേശിച്ചതും ഞങ്ങൾ നിന്നെ കൊണ്ടുവിടാൻ ഉദ്ദേശിക്കുന്നതും ഒരു വീട് തന്നെയാ, കടപ്പാട്ടൂര്. ഇത് കേട്ടതും കടപ്പാട്ടൂരോ? ദേ എനിക്ക് താല്പര്യമില്ല അങ്ങോട്ട് പോകാനായിട്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല. എന്റെ ആരും ആ വീട്ടിലില്ല. നിന്റെ ഭർത്താവും മക്കളും ആ വീട്ടിലുണ്ടേ, അത് നീ മറക്കരുത്. നീ എന്തുദ്ദേശത്തിലാ വാടക വീടെടുത്ത് മാറാൻ തീരുമാനിച്ചത്? ഓ ഹണത്താവ്, നിങ്ങൾ ഈ പറയുന്ന ഹണത്താവിനോടെ ഒരേ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടത്, അവൾ ആ വീട്ടിൽ പറ്റത്തില്ലെന്ന്. അവൾ ഉള്ളപ്പം വൈജയന്തി ആ വീട്ടിൽ ഉണ്ടാവത്തില്ല എന്ന്.
എന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ ഈ പറഞ്ഞ ഭണത്താവിന് പറ്റിയില്ലല്ലോ. അതിന് അയാൾ തന്നെ മറുപടി വേറൊന്നുമല്ല, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അലീന ആ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന്. അലീന ഇല്ലാതെ അവിടെ ഒരു കച്ചവടം നടക്കത്തില്ലെന്ന്. ആ വീട്ടിലേക്ക് ഞാൻ പോണോ? പോണോ? ദേ, അയാൾക്ക് ഭാര്യനെക്കാളും സ്വന്തം മക്കളെക്കാളും വലുത് ആ പെണ്ണ് തന്നെയാ, ആ അലീന. അയാളുടെ അടുത്തേക്ക് ഞാനില്ല. എന്നെ നാണം കെടുത്തി അയാളുടെ അടുത്തേക്ക് ഞാനില്ല. ശിവേട്ട, വണ്ടി നിർത്ത്. വണ്ടി നിർത്താനാ പറഞ്ഞത്. ആ വീട്ടിലേക്ക് ഞാൻ ഇനി ഇല്ല. ഇല്ലാന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യ. പല ആവർത്തി നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതാ. അതെല്ലാം ശിവൻ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു വൈജയ്. ഒരു കുടുംബം ഇല്ലാതാകുമ്പോഴത്തേക്കും അത് നോക്കിക്കൊണ്ട് നിൽക്കണം എന്നാണ് ഈ പറയുന്നത്. നീ വേറെ വീടെടുത്ത് മാറുന്നത് ശരിയല്ല വൈജയ്. നിങ്ങൾക്ക് ആർക്കും അത് ശരിയായിട്ട് തോന്നത്തില്ലായിരിക്കും, പക്ഷെ ഇതെനിക്ക് 100% ശരിയാ. എന്റെ ശരികളാണ് എന്റെ തീരുമാനങ്ങള്. ഓ, നിനക്ക് മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ, ഞങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നണ്ടേ വൈജയ്? ദേ, അല്ലേ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിന്റെ മകന് ഒരമ്മയെ ഏറ്റവും അടുത്ത സപ്പോർട്ട് വേണ്ട സമയമായത്. നിന്റെ പെമ്മക്കൾക്ക് ഏറ്റവും സാമീപ്യം വേണ്ട സമയമായത്. അവരെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? നിന്റെ ശരികളല്ലാതെ നീ അവരെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഓ, പിന്നെ ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കാനും ഉണ്ട്. അവരെ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടൊക്കെ തന്നെയാ വാടക വീട് എടുത്തത്. കേട്ടോ, രോഹിത്തിനെയും ബബിതയെയും ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. അപ്പം കൃഷ്ണമോളെ നീ എന്ത് ചെയ്യും? അവൾ അച്ഛന്റെ കൊച്ചല്ലേ, അച്ഛന്റെ കൊച്ച്. ബാലേന്ദ്രന്റെ തീരുമാനങ്ങളാണ് അവൾക്ക് ഏറ്റവും വലുത്. അവൾ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനും എന്റെ മക്കളും ഒരുമിച്ച് നിന്നേനെ, അവളെയും കൊണ്ടുപോയേനെ. ഓ, കൂട്ടത്തിൽ ഇത്തിരിയെങ്കിലും ബോധം അവക്കുണ്ട്. അതുകൊണ്ടാണ് ബാലവേന്ദ്രന്റെ തീരുമാനങ്ങൾക്ക് അവൾ വില കൊടുക്കുന്നതും നിന്റെ കൂടെ വരാത്തതും. അത് നീ മനസ്സിലാക്ക് വൈജയ്. നീ എന്നെ വിചാരിച്ചാ വെച്ചേക്കുന്ന വൈജയ്. നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. നിന്റെ മക്കളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? അവര് ഇപ്പം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നിനക്കറിയാമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രോഹിത് നിന്നോടൊരു വാക്ക് സംസാരിച്ചോ ജാമ്യം കിട്ടിയതിന് ശേഷം? നിന്നെ ഫോൺ വിളിച്ചോ അവര്? ഇല്ലല്ലോ. അവന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? ബബിത ഇതുവരെ കോളേജിൽ പോയി തുടങ്ങിയിട്ടില്ല. അവക്ക് നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ വയ്യെന്ന്. രോഹിയാണെങ്കിൽ ആരോടും സംസാരിക്കുന്നുമില്ല. ആ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത് നിനക്കറിയാമോ? നിനക്കേ ഫുൾ സ്ട്രെങ്ത് തിരിച്ചു വരാനായിട്ട് ഫിസിയോതെറാപ്പിയും പല പല തെറാപ്പിയൊക്കെ വരാനായിട്ട് സമയമെടുക്കും. അതുവരെ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമോ വീട്ടില്? അതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് പറഞ്ഞീ ഇതൊക്കെ പറയാനേ സിമ്പിളാ. നിനക്ക് ഇതൊക്കെ ചെയ്തു വെക്കാൻ എളുപ്പമാണെന്നാ പറഞ്ഞത്. പക്ഷേ ഒരു കുടുംബം തകരുന്നതും ആ കുട്ടികളുടെ ആ ഒരു സ്നേഹം, ആ കുട്ടികൾക്ക് അച്ഛനിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം, അമ്മയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹമൊന്നും കിട്ടാത്തതേ, അതൊന്നും ഒരിക്കലും ആരും അംഗീകരിക്കുന്ന കാര്യമല്ല. നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു വൈജ ഇതൊക്കെ? ഞാൻ പറയും, എനിക്ക് പറയാൻ തോന്നുന്നതൊക്കെ ഞാൻ പറയും. നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ സ്നേഹം, വാത്സല്യം, അംഗീകാരമൊക്കെ, അതൊക്കെ ഒരാൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്. അത് എൻ്റെ എല്ലാ മക്കൾക്കും കിട്ടേണ്ടത്, എൻ്റെ 3 മക്കൾക്കും കിട്ടേണ്ടതാണ്. അതേ, ഏറ്റക്കുറച്ചിലനുസരിച്ച് ഓരോരുത്തർക്ക് വീതം വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഓർക്കണമായിരുന്നു തൂക്കക്കുറവുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഗംഗാധരൻ പറഞ്ഞു, നിർത്ത്, ഇനിയെങ്കിലും നീ നിർത്ത് വൈജയ്, നീ മതി സംസാരിച്ചത്. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും പോകേണ്ടത് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തന്നെയാ. നിന്റെ ഭർത്താവും നിന്റെ മക്കളും ഉള്ള വീട്ടിൽ പോയി നീ താമസിച്ചാൽ മതി. വെറുതെ ആ പിള്ളേർക്ക് ഇനി നാണക്കേടുണ്ടാക്കി വെക്കരുത് നീയായിട്ട്. സത്യം പറഞ്ഞ എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടാൻ തോന്നുന്നുണ്ട്. ചാടണോ വേണ്ടയോ എന്നൊക്കെ നീ തീരുമാനിക്കേണ്ട കാര്യ. പിന്നെ ഈ സമയത്ത് നീ വാടക വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് നീ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാ. ഓ, നിങ്ങൾക്ക് നിങ്ങളുടെ മാനവും അഭിമാനവുമാണല്ലോ വലുത്. അതുകൊണ്ടായിരിക്കും. എന്റെ അഭിമാനത്തിന് ഒരു വിലയുമില്ല ഗംഗേട്ട, ശിവേട്ട. എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് തന്നെ എന്നെ തള്ളിവിടണം. അല്ല, അങ്ങനെ ഇവിടെ ആരെങ്കിലും പറഞ്ഞു വൈജേ? നിന്റെ മക്കൾക്ക് നിന്നെ ഏറ്റവും ആവശ്യമായ സമയം അത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞങ്ങൾ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിടുന്നത്. ഓ, പിന്നെ അതിൽ ശിവേട്ടൻ പറഞ്ഞപ്പോ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ വാടക വീട്ടിലേക്ക് പോകുന്നതിന് നല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണെന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നു വൈജേ, ഞാൻ അറിയാതെ എന്റെ വായിന്ന് പറഞ്ഞു പോയതാ. നിരുപാധികം ഒന്ന് മാപ്പാക്കണം. നീ ഇതിനെങ്കിലും ഒന്ന് മാപ്പുത്താ. എന്റെ പൊന്നു വൈജ, നീ അടങ്ങ്. നീ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം ആലോചിക്ക്. നീ എന്ന സ്വാർത്ഥം നീ മാറ്റിവെക്ക്. അപ്പൊ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. നീ മാത്രമല്ല, നിന്റെ കുഞ്ഞുങ്ങൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാ. ഓ, പിന്നെ ഞാനാണല്ലോ പ്രശ്നക്കാരി, ഞാനാണല്ലോ എല്ലാത്തിനും കാരണം. അല്ല, നീ എന്താ ഈ പുറപുറക്കുന്നത് ഇരുന്ന്? ഞാൻ എന്ത് പുറപുറക്കാനാ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലെന്ന്. അത്രയും കാര്യം നമ്മുടെ വൈജ പുറപുറക്കും ആട്ടോ ചെയ്തത്. അപ്പൊ ഏതായാലും വൈജയും തീരുമാനിച്ചു, ഇനിയിപ്പൊ രക്ഷയില്ല, നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് നെടുമ്പുരക്കിലേക്ക് പോകും, അല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് മനസ്സിലായി. നമ്മുടെ ശിവനും
അതുപോലെ തന്നെ ഗംഗാധരൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തി. നമ്മുടെ ശിവനും ഗംഗാധരനും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വൈജ വണ്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞിട്ട്, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഇറങ്ങി ചെല്ല്, നീ അനങ്ങാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഏതോ അന്യ വീടൊന്നും അല്ല ഇത് നിന്റെ വീട് തന്നെയാ. ഇത് എന്റെ വീടാന്ന് ആരാ പറഞ്ഞത്? ഇത് എന്റെ വീടല്ല, ഇത് അലീനയുടെ വീട്. എന്റെ ആയിരുന്നു ഇത്. അവൾ എന്റെ ഭർത്താവിനെ കൈവശം കൊടുത്ത് കൈവശപ്പെടുത്തി. അതിനു മുമ്പ് ഇപ്പൊ ഇത് എന്റെ വീടല്ല. എന്റെ പൊന്നു വൈജ, അത് തിരിച്ചു പിടിക്കാനാ നമ്മൾ വന്നിരിക്കുന്നെന്ന് ചിന്തിക്കുക. ഓ പിന്നെ എനിക്ക് തിരിച്ചു പിടിക്കുകയൊന്നും വേണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല. എടി, വാശിയേക്കാൾ വലുതാടി അവനവന്റെ കുടുംബം. ഓ, ആ വിചാരം ബാലേന്ദ്രനില്ലല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്തിനാ? നീ മനസ്സ് വെച്ചാല് ഈ വീട് ഒരു സ്വർഗമാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. നീ മനസ്സ് വെക്കണം. ഓ, ബാലേന്ദ്രൻ മനസ്സ് വെച്ചാലും അത് സാധിക്കുമായിരുന്നല്ലോ. എന്നിട്ട് മനസ്സ് വെച്ചോ? അയാളല്ല മാറേണ്ടത്, നീയാ മാറേണ്ടത്. അതെന്താടി എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവാത്തത്? നിനക്ക് ഇതുവരെ നിന്റെ തലയിലേക്ക് ഒന്നും കേറുന്നില്ലേ? അത് പിന്നെ ഞാൻ മാറാൻ തയ്യാറായല്ലോ, അതിനുവേണ്ടിയല്ലേ ഞാൻ വാടക വീട് എടുത്തത്. ഓ, ആർ യു കിഡിങ് മീ? സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തവരാ മറ്റുള്ളവരെ ഫൂളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിനക്കറിയാലോ. നീ എന്നെ കൊണ്ട് കൂടുതൽ ഡയലോഗ്സ് ഒന്നും ഇറക്കിപ്പിക്കണ്ട. നീ അവിടെ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. വണ്ടിക്കകത്തുനിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിക്കെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വൈജ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി വണ്ടിയുടെ ഡോറൊക്കെ അടച്ചിട്ട് നെടുമ്പുഴയ്ക്കൽ വീട്ടിലേക്ക് മൊത്തമായിട്ട് ഇങ്ങനെ നിന്നങ്ങ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തില് പതിയെ നടന്ന് ആ തിണ്ണയിൽ പോയി അവിടുത്തെ ആ ഒരു വരാന്തയിലെ കൈവരി ഉണ്ടല്ലോ, അതിന്റെ ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ വൈജയ്ക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. വൈജ നാണം കെട്ടൊരു അവസ്ഥയാണല്ലോ. കാരണം നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വരില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു പോയ നമ്മുടെ വൈജയാണല്ലോ വരുന്നത്. അപ്പം വൈജയ്ക്ക് ആകെപ്പാടെ നാണക്കേടായിട്ട് ആ ഒരു മുഖത്ത് നമുക്ക് നന്നായിട്ട് ആ ചമ്മലും ആ വിളറി വെളുത്ത മുഖമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഈ സമയത്ത് ആങ്ങളമാരും കൂടെ പുറകെ കയറി വരികയാണ്. അപ്പം നമ്മുടെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഓ ഇനിയിപ്പോ ഇവളെ കൊണ്ടുവന്ന് വലിയൊരു ടാസ്ക് കഴിഞ്ഞു, ഇനിയിപ്പോ അയാളുടെ മുമ്പിലേക്ക് ചെല്ലണ്ടേ? ഇനിയിപ്പോ അയാളുടെ മുമ്പിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അയാളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ. അയ്യോ, അയാളുടെ വായിലിരിക്കുന്ന കേക്കണ്ടേ ആ ബാലേന്ദ്രന്റെ? അയാൾ എന്തു പറയാനാ? അയാള് ആക്സിഡന്റിൽ പെട്ട് ഒരു വൈഫ് സുഖപ്പെട്ടപ്പം അയാളുടെ വീട്ടില് നമ്മൾ ആ വൈഫിനെ എത്തിച്ചു കൊടുത്തു ആങ്ങളമാര്. അല്ലേ? താങ്ക്സ് പറയല്ലേ ചെയ്യേണ്ടത് മാന്യമായിട്ട്. ഓ, വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് ചാടിപ്പോയ വൈഫാ അത്. അയാള് ശത്രുവായിട്ട് കാണുന്ന ഭാര്യയാണത്. അത് ഗംഗേട്ട മറന്നുപോയോ? അയാൾക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ച ഭാര്യ. അതൊക്കെ അയാളുടെ മനസ്സിലുണ്ട്. അയാളുടെ എല്ലാ ഏറ്റക്കുറച്ചിലിനും കാരണമായ ഭാര്യ. അത് പിന്നെ ശിവ, നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ബാലേന്ദ്രന്റെ ഭാര്യ, ബാലേന്ദ്രന്റെ വീട്, ബാലേന്ദ്രന്റെ മക്കള്, ബാലേന്ദ്രൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമ്മൾ വന്ന കടമ നമ്മൾ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ശിവൻ പുറകിൽ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ് ഗംഗാധരനെയും കൂട്ടി. അങ്ങനെ ബാഗൊക്കെ എടുത്തിട്ട് നമ്മുടെ വൈജയോട് ചോദിച്ചു, അല്ല നിന്റെ ഈ ബാഗൊക്കെ ഇത് എവിടെയാ വെക്കേണ്ടത്? അത് പിന്നെ എനിക്ക് ചുമക്കാൻ പറ്റത്തില്ലല്ലോ, അത് അകത്ത് എവിടെയെങ്കിലും വെച്ച് തന്നാ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേണ്ട, ശിവേട്ട ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പിള്ളേരെ കൊണ്ട് എടുപ്പിച്ചോളാം. ഓ, പിന്നെ വലിയ ബുദ്ധിമുട്ട്, നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ബുദ്ധിമുട്ടില്ലേ? ഈ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവൻ തന്നെ ബാഗ് എടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ഏതായാലും പുറകെ ഗംഗാധരനും ഉണ്ട്. വല്ലാത്തൊരു പേടിയുണ്ട് ഗംഗാധരനും. കാരണം എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വൈജ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, എന്താ നീ ഇവിടെ ഇരിക്കുന്നത്? നീ വീടിന്റെ അകത്തേക്ക് കയറുന്നില്ലേ? ചെല്ല് വൈജയെ, ഇവിടെ പ്രത്യേകിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നീ ചെല്ല് പറഞ്ഞു. അപ്പൊ വൈജ പതുക്കെ കയറി അവിടെ ഇരിക്കുവാണല്ലോ, തിണ്ണയിൽ ഇരിക്കുവാണല്ലോ. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് എണീക്കാതെ വീണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. അകത്തേക്ക് കയറണോ വേണ്ടയോ എന്നൊക്കെ ഒരു വിമ്മിഷ്ടമൊക്കെ ഉണ്ട് നമ്മുടെ വൈജയ്ക്ക്. അപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു, നീ എന്നോട് ഇവിടെ ഇരിക്കാനല്ല പറഞ്ഞത്, അകത്തേക്ക് കയറി ചെല്ലാനാ പറഞ്ഞത്. അത് പിന്നെ ഞാൻ കയറിക്കോളാം, ഇപ്പൊ ഞാൻ തൽക്കാലം ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് കോളിംഗ് ബെൽ അടിച്ചു കേട്ടോ. നമ്മുടെ ശിവൻ കോളിംഗ് ബെൽ അടിച്ചു. അപ്പൊ തന്നെ അലീന ഇറങ്ങി വന്നത് ഇവരെ കണ്ടതും അലീന ഭയങ്കര നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കി. അപ്പോഴത്തേക്കും ഗംഗാധരൻ ഹായ് അലീന എന്ന് വെച്ചു. ആ കേറി വാങ്കളെ എന്നും പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് തിണ്ണയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വൈജു അവിടെ ഇരിക്കുകയാണ്. അലീന ഞെട്ടിപ്പോയി കേട്ടോ. അലീന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏതായാലും അലീനയ്ക്ക് അമ്മേനെ കണ്ടപ്പോ എന്തോ ഒരു സന്തോഷമൊക്കെ മുഖത്ത്. അലീന ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വൈജ ഏറുകണ്ണിട്ട് അലീനയെ തുറിച്ചു നോക്കുകയാണ് കേട്ടോ. അലീനയുടെ മുഖം കാണാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വൈജ എണീക്കാൻ തുടങ്ങിയതും ഇനി എണീക്കുമ്പോ വീഴുവോ എന്ന് ഓർത്തിട്ട് അലീന ഇങ്ങനെ പെട്ടെന്ന് പിടിക്കാനായിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, ഏയ് തന്നെ നടക്കാറായി മോളെ, അത് തന്നെ ശീലിക്കുന്നതല്ലേ നല്ലത്, അതുകൊണ്ട് തന്നെ നടന്നോളൂന്ന്.
അപ്പോഴത്തേക്കും അലീന ഒന്നും മിണ്ടിയില്ല. വൈജ പതുക്കെ പതുക്കെ പിടിച്ച് അകത്തേക്ക് കയറുകയാണ്. ഈ സമയത്ത് ഗംഗാധരൻ ചോദിച്ചു, അല്ല ബാലേന്ദ്രന്റെ കടയിലല്ലോ, ബാലേന്ദ്രൻ എവിടെ? അത് പിന്നെ അച്ഛൻ മോളിലെ റൂമിലുണ്ട് അങ്കിളിന്ന്. അപ്പോഴും അലീനയ്ക്ക് നോട്ടം നമ്മുടെ വൈജയനെ തന്നെയാണ് കേട്ടോ. വൈജയനെ എന്താ പറയാ, ഒരു ദയനീയ അവസ്ഥയിലാട്ടോ അലീന നോക്കുന്നത്. ആ അമ്മയുടെയും അതായത് അമ്മയുടെ ഒരു നോട്ടം ഉണ്ടല്ലോ, അമ്മേനെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട്. ആ ഒരു നോട്ടത്തോട് കൂടി തന്നെ അലീന നോക്കുന്നത്. ഏതായാലും അലീനയുടെ അടുത്തേക്ക് അപ്പോഴത്തേക്കും വൈജ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അലീന മുഖം അങ്ങ് മാറി അങ്ങ് നിന്നു. വൈജ അകത്തേക്ക് അങ്ങ് കയറിയും പോയി. ഈ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, അതെ ഞങ്ങള് ബാലേന്ദ്രനെ കണ്ടിട്ട് വരാം. പിന്നെ വൈജേ, മക്കളെ കണ്ടൊന്ന് സംസാരിക്കുക, എന്നിട്ട് തീരുമാനിക്കുക വാടക വീട്ടിൽ ജീവിക്കണോ അതെയോ അവരുടെ അമ്മയായിട്ട് ജീവിക്കണോ എന്നൊക്കെയെന്ന് ഗംഗാധരൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അലീന ചോദിച്ചു, അല്ല ഞാൻ ജ്യൂസ് എടുക്കണോ ചായ എടുക്കണോ? അത് പിന്നെ തണുത്ത് എന്തേലും എടുത്തോ, ബാലേന്ദ്രനെ കണ്ടു കഴിയുമ്പോൾ ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സ്റ്റെയർ കയറി മേളിലേക്ക് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് അലീന നമ്മുടെ വൈജയോട് ചോദിക്കുകയാണ്, അല്ല മേഡത്തിന് എന്താ വേണ്ടത്? ഇനി ബാഗുകൾ എടുത്ത് റൂമിൽ കൊണ്ടുവെക്കണമെങ്കിൽ ഞാൻ വെക്കാം. അപ്പൊ വീണ്ടും നമ്മുടെ അലീനയെ ദഹിപ്പിച്ചൊരു നോട്ടം നോക്കാണ് കേട്ടോ. വൈജ ഒരക്ഷരം അലീനയോട് മിണ്ടുന്നില്ല. അലീനയുടെ മുഖത്തേക്ക് നോക്കി ദഹിപ്പിച്ചു കൊല്ലുന്നതല്ലാതെ വായിൽ നിന്നൊന്നും ഉരിയാടുന്നില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് വൈജ നോക്കി ദഹിപ്പിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അലീന ഇങ്ങനെ ദയനീയാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈജ ഫസ്റ്റ് ചെല്ലുന്നത് നമ്മുടെ ബബിതയുടെ റൂമിലേക്ക്. അങ്ങനെ ബബിതയുടെ റൂമിലേക്ക് ചെന്ന് പതുക്കെ വാതില് തുറന്നതും നമ്മുടെ ബബിത അവിടെ ഫോണൊക്കെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ റൂമിൽ ചെന്ന റൂം ആകെപ്പാടെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റൂമായിട്ട് തോന്നുന്നൊന്നുമില്ല. ഒരു വൃത്തിയോ മെനയോ ഇല്ലാതെ അവിടെയും ഇവിടെയും ഒക്കെ എന്തൊക്കെയോ വലിച്ചെറിഞ്ഞ് എന്താ പറയാ, റൂം മൊത്തം തുണിയൊക്കെ വാരിയൊക്കെ ഇട്ട് കിടക്കുക. അപ്പോഴത്തേക്ക് വൈജയ്ക്ക് എന്തുവാടി ബബിത നീ കാണിച്ചിട്ടിരിക്കുന്നത്? ഇത് എന്റെ മുറിയല്ലേ? അത് പിന്നെ അമ്മയില്ലാത്തത് കൊണ്ട് ഈ റൂം ഞാൻ എടുത്തു. ഈ റൂം വെറുതെ കിടക്കുന്നോണ്ട് ഇപ്പൊ ഞാൻ ഇവിടെയാ കിടക്കുന്നത്. ഓ, അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് ചത്തുപോകുന്ന ഓർത്താണോ നീ ഈ റൂം ഇങ്ങനെയാക്കിയിട്ടിരിക്കുന്നത്? ഉടനെ അമ്മയുടെ റൂമിലേക്ക് ഇടിച്ചു കയറി അതങ്ങ് കൈവശപ്പെടുത്തി. അത് പിന്നെ ഞാനൊന്നും ചെയ്തില്ല അമ്മ, ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നതല്ലേ ഉള്ളൂ. എടി, ഒരു പോത്തിനെയും 2 എരുമനെയും ഒരു പശുവിനെയും കൊണ്ടുവന്ന് കെട്ടത്തില്ലായിരുന്നോ ഇതിന്റെ മൂലക്ക്? തൊഴുത്താണെന്നെങ്കിലും പറയായിരുന്നല്ലോ. നിന്റെ അണ്ടർഗ്രാമൻസ് ഒക്കെ ഇടാനുള്ളതാണ് ഇത്, ഈ കസേരയും ഈ ഇരിക്കുന്ന കട്ടിലും സാധനങ്ങളും ഒക്കെ. അത് പിന്നെ ഞാൻ എന്റെ ഇൻവേഴ്സ് ഒക്കെ എടുത്ത് മാറ്റിക്കോളാം. അമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ, ഒന്ന് വിളിച്ചു പറയണ്ടായിരുന്നോ? ഓ, ഇനി വിളിച്ചു പറയണമല്ലേ? വിളിച്ചു പറയാൻ ഞാൻ. ഇനിയിപ്പം വിളിച്ചു പറയാത്തതിന്റെ കുറവേ ഉള്ളൂ. നിന്റെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ എടുത്ത് ഇവിടുന്ന് വെളിയിൽ കളഞ്ഞോണോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു നമ്മുടെ വൈജ പറഞ്ഞു കേട്ടോ. എന്നിട്ട് വൈജ പതുക്കെ ഇറങ്ങി പോവാണ്. അപ്പോഴത്തേക്കും വൈജ നടക്കുന്ന ഇങ്ങനെ വല്ലാതെ ഞൊണ്ടിയാണ്. അപ്പൊ ബബിത ചോദിക്കുക, അമ്മ എന്താ ഇങ്ങനെ നടക്കുന്നത്? ഞാനേ ഒളിമ്പിക്സിൽ ഓടാൻ പോയിട്ടെ സ്വർണം മേടിച്ചോണ്ട് വന്നിരിക്കുകയാണല്ലോ. കാല് ചെറുതായിട്ട് ഓടുന്നതിനിടയിൽ ഒന്ന് ഉളുക്കിയതാ, അതാ ഞാൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജ അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ഇതില് വൈജ ഇറങ്ങിപ്പോയില്ല. വൈജ ചെന്ന് ടോയ്ലറ്റ് തുറന്നപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ഭയങ്കര സ്മെല്ല്. ഓ, ഇതെന്താ ബബിത? എന്റെ പൊന്നു ബബിത, എന്തുവാ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇത് മുനിസിപ്പാലിറ്റിയിലെ മൂത്രപ്പുരയാണോ ഇതുപോലെ സ്മെല്ല് വരാനായിട്ട്? വന്ന ഉടനെ തുടങ്ങി കുറ്റം പറച്ചില്ല. ആര് വന്നു? ഞാൻ ഇങ്ങോട്ട് വന്നൊന്നുമല്ല. അപ്പൊ പിന്നെ ഈ നിൽക്കുന്ന ആരോ എന്റെ അമ്മയുടെ പ്രേതമോ? ഞാൻ വാടക വീടെടുത്ത് അവിടുത്തെ താക്കോൽ മേടിച്ച് അങ്ങോട്ട് ചെന്ന് കേറാൻ വേണ്ടി ഇരുന്നതാ. ഓ, അങ്ങനെയായിരുന്നല്ലോ എന്നോടും പറഞ്ഞത്. ഇപ്പൊ എന്നാ പറ്റി ഇങ്ങോട്ടേക്ക് വന്നത്? ഇങ്ങോട്ടേക്ക് വന്നത് എന്താണെന്ന് ചോദിച്ചാല് ശിവേട്ടനും ഗംഗേട്ടനും കൂടെ ബലമായിട്ട് പിടിച്ച് എന്നെ കാർ കയറ്റി ഇങ്ങ് കൊണ്ടുവന്നു. അല്ല, അമ്മയ്ക്ക് പറയത്തില്ലായിരുന്നു പറ്റത്തില്ലെന്ന്? ഗംഗേട്ടനുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയാത്തത്, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞേനെ. എന്റെ പൊന്നമ്മേ, എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ തന്നെ അങ്ങ് താമസിക്കുക. ഓ, അവളില്ലേ ഇവിടെ? കുലീന മതി. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് കണക്ക് കൂട്ടിയാൽ മതി. അല്ല, ഏതായാലും വന്നു പോയില്ലേ. ഗംഗേട്ടനും ശിവേട്ടനും ഇവിടെ കാവലിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരിക്കലും പറ്റത്തില്ല. അവരിവിടെ നിന്ന് തിരിച്ചു പോകുന്ന ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നെ തോപ്പിക്കാൻ ആരും നോക്കണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത ചിരിക്കുകയാണ് കേട്ടോ. ബബിതയുടെ ചിരി കണ്ടതും, എന്നാ ചിരിക്കുന്നത്? അല്ല, തമാശ കേട്ടിട്ട്. ആര് പറഞ്ഞു തമാശ? അമ്മ ഇനി എവിടെയാ നോക്കാൻ ബാക്കിയുള്ളതെന്ന് ഓർത്തിട്ട് ചിരിച്ചതാ. തോറ്റു തുന്നം പാടി നിക്കല്ലേ. കാണിച്ചു തരാടി, ഞാൻ കാണിച്ചു തരാം. എല്ലാരും ഞാൻ കാണിച്ചു തരാം. ദേ, അവിടെ ഇരുന്ന് കിണിച്ചോണ്ടിരിക്കാതെ പോയി എടുത്തോണ്ട് പാടി പെട്ടിയും ബാഗും. എന്നെ കൊണ്ട് ചുമക്കാൻ വയ്യാഞ്ഞിട്ടാ, നടക്കാൻ തന്നെ പാടാ. ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ബബിത അവിടെ തന്നെ ഇരുന്ന് ഫോണിൽ കുത്താൻ തുടങ്ങിയപ്പോ, പോയി എടുത്തോണ്ട് പാടി ചെല്ലടി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബബിതയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ വൈജയ്ക്ക് വന്ന കഷ്ടമേ. ഏതായാലും ആ റൂം ഒന്നും കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ വൈജ മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബാലേന്ദ്രനെ കാണാനായിട്ട്
റൂമിലേക്ക് ചെന്നല്ലോ ശിവനും ശിവശങ്കര മേനോനും, അല്ല സോറി, ശിവനും ഗംഗാധരനും. അങ്ങനെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ, ഓഹോ മൂത്താങ്ങളമാര് രണ്ടുപേരും ഉണ്ടല്ലോ, എന്താ വിശേഷം, പെങ്ങള് പ്രസവിച്ചോ? അല്ല പതിവില്ലാതൊരു വരവ്. അത് പിന്നെ വീട്ടിൽ വല്ലപ്പോഴും വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ ബാലചന്ദ്ര പെരുമാറേണ്ടത്? ഓഹോ, അതിഥികളോ? നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട അളിയന്മാരല്ലേ, അപ്പൊ എങ്ങനെ അതിഥിയാകും? ഏതായാലും അവിടെ നിക്കണ്ട, ഇനിയിപ്പൊ അതിഥീനെ അകത്തേക്ക് വിളിച്ചെന്ന് വിളിക്കാതിരിച്ചു എന്ന് വേണ്ട, അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞങ്ങള് നിന്നോട് എന്തെങ്കിലും ചെയ്തോ? ഓ, ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ല അല്ലേ? നിങ്ങളോട് ഒരുപാട് ഭംഗി വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഉപചാര വാക്കുകൾ പറഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലേ? ആ ഉണ്ട്, ബാലേന്ദ്രൻ പറയുന്നത് ശരിയാണ്, ഞാൻ സമ്മതിച്ചു. നിങ്ങള് എന്നെ പൊട്ടം കളിപ്പിക്കുകയായിരുന്നെന്ന് അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പിന്നെയല്ലേ മനസ്സിലാക്കിയത്. ഇപ്പൊ എല്ലാം അറിയുന്ന ബാലേന്ദ്രനാ ഇവിടെ നിൽക്കുന്നത്. ആ ബാലേന്ദ്രനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഭംഗി വാക്ക് പറഞ്ഞു നടക്കാനും ചിരിച്ചു പറഞ്ഞു നടക്കാനും കളിച്ചു പറഞ്ഞു നടക്കാനൊക്കെ ഈസിയാ, പക്ഷെ ഞാൻ അത്രയ്ക്ക് അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല ഗംഗേട്ടാ, ശിവേട്ടാ. വ്യഭിചരിച്ച് ജീവിച്ച പെങ്ങളെയും ബോണസ് ആയിട്ട് അവളുടെ മകളെയും തന്നതിന്റെ ഷോക്കേ ഇപ്പോഴും ബാലചന്ദ്രനുണ്ട്, അത് മാറിയിട്ടില്ല. ഇത് കേട്ടതും അങ്ങ് എടുത്തടിച്ച പോലെ ആയിപ്പോയിട്ടോ നമ്മുടെ ഗംഗാധരന്റെയും ശിവശങ്കരമേനോന്റെയും മുഖം. ഇതിൽ കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.